ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. എനിക്കതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. എന്റെ പേര് അമ്മു അനൂപ്. നിങ്ങൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നെ നന്നായിട്ട് അറിയായിരിക്കും. നമ്മളെ ചുറ്റിലും ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ എല്ലാവരും ഒന്നും നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന, നമ്മളെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ അതിൽ ഒരാളെ ജീവിതമെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്റെ വീടിന്റെ അടുത്ത് തന്നെ കണ്ണൂർ അഴീക്കോട് കച്ചേരിപ്പാറയുള്ള ഷിനോ ചേട്ടന്റെ വീടിന്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ആളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് അത്രയും വിഷമം തോന്നിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുത്തിടാന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് കാണുന്ന ഓരോ ആൾക്കാരും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സഹായം ചെയ്തിട്ട് ആളെ ഒന്ന് ഇതാക്കണം. അത്രയും ബുദ്ധിമുട്ടിലുള്ളത്, അത്ര വിഷമത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഷിനോ ചേട്ടൻ. എന്താണ് ഷിനോ ചേട്ടാ ഈ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം? ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് സംഭവിച്ചതാണ്. ഞാൻ ഇലക്ട്രീഷ്യൻ കുമ്പള വന്നിട്ട് പൊട്ടിയിട്ടാണ് ആദ്യം സംഭവിച്ചത്. വാദർമുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തു. അങ്ങനെ അത് പൊട്ടി, അത് ഇൻഫെക്ഷനായി മാറി. പിന്നെ അതിനുശേഷം ഈ കാലിൽ ഒരു 8 ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ ഇനിയിപ്പോ നിലവിൽ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ല, ഇത് സംഭവിച്ചിട്ട് ചോറായി വരുന്ന സമയത്താണ് എനിക്ക് സ്റ്റോക്ക് വന്നത്. സ്റ്റോക്ക് വന്നിട്ട് ശ്വാസമാരം ന്യൂമോണിയായിട്ട് ഞാൻ ആദ്യം ആക്കിയിട്ട് കാണിച്ചു. അപ്പോൾ അവിടെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകുന്ന തലേദിവസം എനിക്ക് വീണ്ടും വന്നിട്ടാണ് ഞാൻ മനസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർമാർ പറഞ്ഞു വെച്ചാൽ ആളെ കിട്ടൂല, 50% പോക്കാണ്, 20% ചാൻസ് ഉള്ളതെന്നാണ് അവിടെ വെന്റിലേറ്ററിലാക്കുന്നത്. അവിടെ നിന്ന് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടു തുറക്കുന്നത്. കുറേ വന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെയാണ് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെച്ചാൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, കാലിന് ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴത്തെ കാരണം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വേദനയാണ്, ഭയങ്കര രാത്രിയാകുമ്പോൾ ഭയങ്കര വേദനയാണ്. ഇപ്പം അത് എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ആവാൻ വേണ്ടി 2 ആഴ്ച എന്നോട്. പക്ഷെ നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടോട് നമുക്ക് അഡ്മിറ്റ് ആവാൻ പറ്റിയിട്ടില്ല. എത്രയാണ് ഇവർ ഇതിന് ചെലവ് പറയുന്നത്? അങ്ങനെ അത് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പം തന്നെ ഓൾറെഡി എന്റെ ട്രീറ്റ്മെന്റ് മാത്രം 50 ലക്ഷം രൂപ എന്റെ മാത്രം ചെലവായി. അതിന്റെ കൂടെ അച്ഛനെ ലിവർ ക്യാൻസർ വന്നു, അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. അമ്മ പേഷ്യന്റ് ആണ്, അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. മൊത്തത്തില് ഇതിലുള്ളത് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ മക്കള്, മോള് 2ാം ക്ലാസ് പഠിക്കുന്നത്, മോൻ 5ാം ക്ലാസ് പഠിക്കുന്നതാണ്. അവരെ ചിലവ്, വീട്ടുകാര്യങ്ങൾ, പിന്നെ വൈഫ് ജോലി പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് നമ്മൾ മനുഷ്യർക്ക് ഒരാഴ്ച ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഒരു മാസമായിട്ട് പോകും, ചക്കരി പോകുന്നതിന് 10-12 ചെലവാണ്. പിന്നെ മരുന്നിന് മാത്രമേ ഏകദേശം 8,000 മരുന്നിന് മാത്രമേ, സ്റ്റോക്കിന് ഫിക്സിന്റെ മരുന്നിന് മാത്രമായിട്ട്. അപ്പൊ അതും മുന്നോട്ട് പോക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു തന്നെ ഇതിപ്പോ ജില്ലാശുപത്രി ഞാൻ വെച്ചതാണ്. അത് ഇവര് കമ്പനിക്കാർ നമുക്ക് ഇത് സഹായിക്കാൻ വേണ്ടി തരാത്തതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പം ജില്ലാശുപത്രിയിൽ നിന്ന് വെച്ചതാണ്. എന്റെ ചെലവിൽ ഇപ്പം 60,000 രൂപ ചെലവായി. ഇതിന് മാത്രം 40,000 രൂപ ശരിയാക്കിയിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ സ്റ്റോക്കും കൂടി വന്നുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒറ്റക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ട്. ഈ നല്ല ടൈപ്പ് സാധനം വെക്കണ്ടെങ്കിൽ ഏകദേശം 2-2 ലക്ഷം രൂപ ആവുമെന്നാണ് പറഞ്ഞത്. ഇത് കാണുന്ന എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തിട്ട് എന്നെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. എന്നാലും മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വീഡിയോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത അനുവാട്ടിനും പിന്നെ അവരുടെ വൈഫ് അമ്മു, അവരോടും കൂടി ഞാൻ എൻ്റെ നന്ദി ഈ ഇതിൽ അറിയിക്കുകയാണ്. എല്ലാവരും പരമാവധി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്